നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജീവനെ ബോധിക്കുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ മേജറിന്. അതുകൊണ്ട് തന്നെ അകത്ത് കയറ്റി ഇരുത്തുന്നു, ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഇപ്പോൾ ആൾ കൂളാണ്, ഇപ്പം തന്നെ ചോദിച്ചു ശാരികയെ പറ്റിയിട്ടെന്ന് പറയുന്നു. അപ്പോൾ രാഗി ശാരികയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ അനിരുദ്ധൻ പറയുന്നുണ്ട്, ശാരികയെ പറ്റി ഒരു വിവരവും പറയരുതെന്നാണ് ശാരി എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എനിക്കറിയാവുന്ന ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ധൈര്യവും അതുപോലെ രാജീവൻ എന്നെ രക്ഷിച്ചതുമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നു. അതിനുശേഷം ശാരിക എവിടെ ഉണ്ടെന്നൊഴിച്ച് ബാക്കിയുള്ള വിവരങ്ങളും ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നുവെന്നും അതുപോലെ തന്നെ ശാരിക ഗർഭിണിയാണല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അവളോട് ചോദിച്ചതിന് ശേഷം അവൾ എവിടെയാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാമെന്നും പറയാട്ടോ ചെയ്യുന്നത് അനിരുദ്ധൻ. പിന്നീട് രാജീവൻ ആകെ സംശയമാവുന്നുണ്ട്. ഇങ്ങനെ രാഗി ശാരികയ്ക്ക് വേണ്ടി മരിച്ചു കിടന്ന് അന്വേഷിക്കുന്നതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ രാജീവൻ പോകുന്ന വഴി രാഗിയോട് ചോദിക്കുന്നുണ്ട്, നീ ശാരികയെ കണ്ടെത്തുന്നതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്, നീ ചുമ്മാതെയൊന്നും അല്ലാതെ ചെയ്യുന്നത് ഇത്ര ആത്മാർത്ഥമായിട്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാഗി പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയ രാജീവേട്ടനെയും കുട്ടികളുടെയും സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടി. ഇനി ഞാൻ എല്ലാ തെറ്റിനും പ്രായച്ചിത്തം ചെയ്യാനാണ് പോകുന്നതെന്നും എനിക്ക് എല്ലാ തെറ്റും മാറ്റണമെന്നും ഞാൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം തന്നെ എനിക്ക് തിരുത്തണമെന്നും പറയുന്നു. അതിലേറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് ശാരികയോടാണെന്നും ശാരികയെ കണ്ടെത്തി എനിക്കൊരു പുതിയ ജീവിതം കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇവിടെ രാജേന്ദ്രൻ ആകെപ്പാടെ കലി പിടിച്ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. രാജീവനും രാഗിയും ഇവിടെ വന്ന കാര്യവും അതുപോലെ തന്നെ വഴക്കുണ്ടായ കാര്യങ്ങളും ഒക്കെ ആരതി ചെന്ന് പറഞ്ഞു രാഗിയുടെ അടുക്കൽ എന്നുള്ള വിവരമാണ് കേട്ടോ രാജേന്ദ്രൻ അറിയുന്നത്. അതുപോലെ അവർ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പറയുന്നു. ഒരു തരത്തിൽ അമ്മയെ ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ സമ്മതിക്കില്ല എന്നും അമ്മ ഇവിടെ തന്നെ നിൽക്കുമെന്നും അതിനെനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് പറയുന്നു. ഞാൻ ഉടനെ രാജീവനും തീർക്കാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു, ആ പ്ലാൻ പൊളിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ രാഗിക്ക് മനസ്സിലാവുക കേട്ടോ ചെയ്യുന്നത്, രാജേന്ദ്രനാണ് എല്ലാത്തിൻ്റെ പിന്നിലെന്നും രാജേന്ദ്രൻ വലിയ ചതി തന്നെയാണ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ തന്നെയും രാജീവേട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗുണ്ടകളെ അയച്ചതെന്നും ആ ഗുണ്ടകളെ രാജേന്ദ്രൻ അയച്ചതാണെന്നും ഒക്കെ രാജീവൻ രാഗിയെടുക്ക പറയുമ്പോൾ ഞെട്ടലോടുകൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്, രാജേന്ദ്രൻ്റെ ചതി മനസ്സിലാക്കിയിട്ട്. പിന്നീട് ജയരാമനും ഗീതയും കൂടെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. നമ്മൾ ആരുടെ കൂടെ നിൽക്കും ഈ അവസരത്തിൽ നിന്ന് ജയരാമൻ ചോദിക്കുമ്പോൾ ഗീത പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ചെയ്യേണ്ടത് രാജേന്ദ്രൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് അവനെ തോന്നിപ്പിക്കണം. പക്ഷേ നമ്മൾ അവൻ്റെ കൂടെ നിൽക്കാനായിട്ട് പാടില്ല, നമ്മൾ രാഗിയുടെയും രാജീവൻ്റെയും ഒപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് നിൽക്കണം. അവനിൽ അങ്ങനെ ഒരു തോന്നൽ മാത്രം ജനിപ്പിക്കണമെന്ന് പറയുന്നു. അവനിട്ട് ആ ഒരു ചതി തന്നെ കൊടുക്കണമെന്ന്, ഈ പണിയാണ് അവന് ചെയ്യേണ്ടതെന്നും അവൻ എല്ലാവരെയും കൂടെ നിന്ന് ചതിക്കുകയല്ലേ ചെയ്തത്, പിന്നെ നമ്മളെന്തിനാ മാറി നിൽക്കുന്നത്, നമ്മൾ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഒരു ചതി ചെയ്യുന്നത്. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ രക്ഷപ്പെടാനൊരു പോംവഴി എന്ന് പറയുന്നു. ഒരിക്കലും നമ്മൾ അമ്മയെ ചതിക്കാനോ രാജീവനെയും ചതിക്കാനോ പാടില്ല എന്നും രാജേന്ദ്രന് തന്നെ നമ്മൾ പണി കൊടുക്കണമെന്നും ഇല്ലെങ്കിൽ അവൻ നമ്മളെ ചതിക്കുമെന്നും ഗീത ജയരാമനോട് പറയുക കേട്ടോ ചെയ്യുന്നത്.